അങ്ങനെ എനിക്ക് ഇന്ന് ആദ്യത്തെ കൊളാബറേഷൻ കിട്ടിയ ദിവസമാണ്. അപ്പോൾ കളമശ്ശേരിയിലുള്ള ഒരു കഫേ നിന്നാണ് എനിക്ക് കൊളാബ് വന്നത്. പോണ വഴി ഇതേ കുറേ പേര് മീൻ പിടിക്കണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്കൊന്ന് ഡെക്കാത്ലോണിൽ കയറണമായിരുന്നു. ഞങ്ങൾ വൈറ്റില ലൊക്കേഷനിലെ ഡെക്കാത്ലോണാണ് കേട്ടോ പോയത്. മെയിനായിട്ട് ബൂട്ട് വാങ്ങാനാണ് ഞങ്ങളങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ കുറേ ടൈപ്പ് ബൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാജിക്കാണെങ്കിൽ അതെല്ലാം കണ്ടപ്പോൾ ഒടുക്കത്തെ കൺഫ്യൂഷനും. അവിടെ ബൂട്ടിന് മാത്രമല്ല കേട്ടോ ഓഫറുള്ളത്, വേറെ കുറേ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ബാജിയാണെങ്കിൽ ഒരു പച്ച ബൂട്ടൊക്കെ എടുത്ത് കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ടും നോക്കി തീരണില്ല, ഒടുക്കത്തെ കൺഫ്യൂഷൻ. അവസാനം ഇതൊന്ന് ഇട്ടൊക്കെ നോക്കി, എന്നിട്ട് അവിടെ നിന്ന് എടുക്കാണ്ട് തിരിച്ച് പോരുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തി. ഓണമൊക്കെ ആയതുകൊണ്ട് അവിടെ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കും. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കഫേ OTTയിലായിരുന്നിട്ട് എനിക്ക് കൊളാബറേഷൻ കിട്ടിയത്. ഞങ്ങളവിടെ എത്തി. ഞാനാദ്യം അകത്തേറി. ബാജിതേ പുറകെ വീഡിയോ ഒക്കെ എടുത്ത് പയ്യെ വന്നുണ്ട്. ഇതാണ് കേട്ടോ കഫേയുടെ ഇൻറ്റീരിയർ. ഒരു രക്ഷയില്ല, നല്ല ബ്രൗണിഷ് മൂഡ്. രാത്രിയൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു വൈബ് മൂഡാണ് ഇവിടെ. എന്താ പറയുക, നല്ലൊരു എസ്തറ്റിക് വൈബ്. ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തേക്കണത് ഇതിൻ്റെ ഓണറും ഫാമിലിയും കൂടെയാണ്. അവർ പുറത്തുനിന്നൊരു വർക്കും അങ്ങനെ ചെയ്തിട്ടില്ല, മൊത്തം ഇവരുടെ ഡെക്കറേഷൻ തന്നെയാണ്. പിന്നെ വാൾസിലൊക്കെ കുറേ ഫ്രെയിംസ് ആൻഡ് പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വായിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അവിടെ പല പല ടൈപ്പ് ഓഫ് ഫോട്ടോസൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ഒരു ലൈറ്റും കൂടെ വന്നപ്പോൾ വേറൊരു എഫക്റ്റ് ആയിരുന്നു അവിടെ. പിന്നെ ഞാൻ എന്താ അവരുടെ മെനു ഒക്കെ നോക്കണമായിരുന്നു. പിന്നെ ഈ ഒരു ഫ്രെയിം ഒരു രക്ഷയില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുക്ക് വായിക്കണ സ്ഥലം. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമാണ് ഈ സ്ഥലം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ അവിടെയൊക്കെ ഷൂട്ടൊക്കെ ചെയ്യണമായിരുന്നു, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫി വീഡിയോ ഒക്കെ എടുത്തിരുന്നു. പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ട് അവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ചെസ്സ്, പിന്നെ ഇത് ഏതൊരു ഗെയിം എനിക്കറിയാൻ പാടില്ലാട്ടാ, നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞോട്ടെ. ഇത് ജങ്ക, പിന്നെ അതെ ക്യാരംസ് കളിക്കണ ആളെത്തിയല്ല. ഞാനും വെറുതെ ഒരു ഷോയ്ക്ക് കളിച്ച്. അങ്ങനെ ഞങ്ങൾ ആദ്യം പറഞ്ഞ മോമോസ് എത്തി. അതിൻ്റെ കൂടെ അതേ കട്ടൻ കാപ്പിയും കിട്ടി. പിന്നെ കഫേക്ക് വൈബ് മാത്രമല്ല കേട്ടോ, ഫുഡും അടിപൊളിയായിരുന്നു. മോമോസൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതേ കൊതിയിട്ട് ഇപ്പോൾ ഇതേ താഴ്ത്തു പോകും എൻ്റെ കയ്യിൽ നിന്ന്. ഈ മോമോസിനൊരു പ്രത്യേകത ഉണ്ട്, അവർ മൈദ വെച്ചെല്ലാം ഉണ്ടാക്കിയേക്കണം, ഗോതമ്പ് വെച്ചാണ് കേട്ടോ. പിന്നെ അതേ അടുത്ത ഐറ്റം വന്ന് ചിക്കൻ സാൻഡ്വിച്ചും ലൈമും. എൻ്റെ പൊന്നു അടിപൊളി. ഇതൊരു കിടുക്കാച്ച ഐറ്റം ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മാങ്ങയും ചെറിയും ലിച്ചിയും പിന്നെ ഷുഗറില്ലാത്ത മിൽക്കൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ. ഒരു കിഡിലൻ ഐസ്ക്രീം അവർ ലൈവായിട്ട് ഉണ്ടാക്കി തന്നെയാണ് ഈ കാണുന്നത്. ഇതിനുള്ള മിൽക്ക് അവർ ബെൽജിയത്തിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടുവന്നത്. ഈ മിൽക്ക് അവർ 120 ഡിഗ്രി മിക്സറിൽ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഫ്രീസ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും പാലൊക്കെ നല്ല തിക്കായിട്ടിരിക്കുന്നത്. അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ. പിന്നെ ഈ ബോട്ടം പ്ലേറ്റ് കോൾഡ് ആയതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് നല്ല ഐസ്ക്രീമായിട്ട് വരും. പിന്നെ പുള്ളി ആ പ്രോസസ്സ് അങ്ങോട്ട് തുടങ്ങി. പുള്ളി മറിച്ചിടണുണ്ടോ, നല്ല പ്രൊഫഷണൽ സാധനം ഉണ്ടാ. ഇത് കഴിഞ്ഞൊരു കുത്തലുണ്ട് മോനെ, നിങ്ങൾ തന്നെ കണ്ടോ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല പേഷ്യൻസ് വേണം കേട്ടോ. പേഷ്യൻസ് മാത്രമല്ല, നല്ല ബലവും വേണം. പുള്ളി അതിനെ റോളാക്കിയതേ ഇങ്ങനെ ഒരു ഐറ്റമൊക്കെ എടുത്ത്. എൻ്റെ അമ്മ, ഇതിന് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. വായിൽ നോക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ. ഇതിനും ഒരു പ്രത്യേകത ഉണ്ട്, ഷുഗർ ഇല്ലാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ആ സ്വീറ്റ്നെസ് കൊണ്ടും ഷുഗറില്ലെന്ന് നമുക്ക് തോന്നേയില്ല. ഇതൊരു ക്രീമി ആയിട്ട് വരുന്നു. പിന്നെ എനിക്ക് മാംഗോ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, അടിപൊളി. ഇതെൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കടയുടെ ഓണർ. ഞാൻ പുള്ളിയുടെ ഒപ്പം കുറച്ച് സംസാരിച്ചൊക്കെ അവിടെ ഇരുന്നു. നൈസ് വൈബായിരുന്നു. പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ കഫേയുടെ സ്റ്റോറിയും പിന്നെ ഫാമിലിയുടെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ KFCയിലോട്ട് ഓടി. അവിടെ വെറൈറ്റി ഓഫേഴ്സ് ഉണ്ട് ഇന്ന്. എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടറിയാലോ. അങ്ങനെ അതും അവസാനിപ്പിച്ച് ഞങ്ങളിതേ നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കണേ.